UAE ദേശീയ റെയിൽ ശൃംഖലയായ എത്തിഹാദ് റെയിലിന്റെ പുതിയ സർവീസുകൾ അൽ ദഫ്ര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നു. മദീനത്ത് സായിദ്, ലിവ സ്റ്റേഷനുകൾ നവംബർ 30-ന് പ്രവർത്തനം ആരംഭിക്കും. വിനോദസഞ്ചാര സീസണും ഫെസ്റ്റിവലുകളും പ്രമാണിച്ച് പ്രതീക്ഷിച്ചതിലും നേരത്തെ സ്റ്റേഷനുകൾ തുറക്കുന്നത് പ്രദേശവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ആശ്വാസമാണ്. അൽ ദഫ്ര മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇത്തിഹാദ് റെയിൽ സിഇഒ ഷാദി മലക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യോഗത്തിൽ പങ്കെടുത്തു. അൽ സിലായിലെ പുതിയ പദ്ധതികളുടെ പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. UAEയുടെ സമഗ്ര വികസനത്തിനും സുസ്ഥിരമായ ഗതാഗത സംവിധാനത്തിനും ദേശീയ റെയിൽ പദ്ധതി നിർണായകമാണെന്ന് ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടുതൽ യാത്രാ സ്റ്റേഷനുകൾ ഘട്ടം ഘട്ടമായി തുറന്നു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അൽ ദഫ്ര മേഖലയിലെ വാർഷിക ഫെസ്റ്റിവലുകളും ടൂറിസം സീസണും ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് സ്റ്റേഷനുകൾ നേരത്തെ തുറക്കുന്നത്. ഫെസ്റ്റിവൽ കാലയളവിൽ അബുദാബിയിൽ നിന്നടക്കം എത്തുന്ന സന്ദർശകരുടെ വാഹനങ്ങൾ കാരണം റോഡുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. രാത്രികാലങ്ങളിലെ ദീർഘദൂര യാത്രകളും അമിത വേഗതയും ഉണ്ടാക്കുന്ന അപകട സാധ്യതകൾ ഒഴിവാക്കാൻ ട്രെയിൻ സർവീസ് സഹായകരമാകും. പുതിയ സ്റ്റേഷനുകൾ തുറക്കുന്നതോടെ മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തും മൂല്യം വർദ്ധിക്കും. ചെറുകിട വ്യവസായങ്ങൾക്ക് പുതിയ സാധ്യതകൾ തുറക്കുമെന്നുമാണ് പ്രതീക്ഷ. ജൂണിൽ ആരംഭിച്ച അബുദാബി ഫുജൈറ ആദ്യ യാത്രാ സർവീസിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സെപ്റ്റംബറിൽ ദുബായിലേക്കും അൽ ദൈദിലേക്കും സർവീസ് വ്യാപിപ്പിക്കും. ഡിസംബറോടെ അൽ ദഫ്രയിലെ മുഴുവൻ സ്റ്റേഷനുകളും 2027 മാർച്ച് മാസത്തോടെ ഷാർജ സ്റ്റേഷനും പ്രവർത്തന സജ്ജമാകും. ഇതോടെ രാജ്യത്തുടനീളം 11 സ്റ്റേഷനുകൾ അടങ്ങുന്ന ഇത്തിഹാദ് റെയിൽ ശൃംഖല പൂർണ്ണത കൈവരിക്കും. റിപ്പോർട്ടർ, അബുദാബി.